ഹേ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കല്യാണ ട്രിപ്പാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ തിരിച്ച് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചായിരുന്നു ഒരു കാര്യം. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ബസ്സിൽ ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ റിലീസ് ചെയ്യണ വേണ്ടിയിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ചെയ്യണം. പിന്നെ പൈവറ്റിൻ്റെ സ്റ്റിക്കർ വർക്കെല്ലാം അതും റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അതെല്ലാം നമ്മൾ റിലീസ് ചെയ്ത് കഴിയും. കുറച്ച് ടൈം എത്താം. ഇന്നല്ലെങ്കിൽ നാളെ റിലീസ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ വണ്ടിയിലാണ് ഇന്ന് കല്യാണ ട്രിപ്പ് പോകുന്നത്. ഞാനായിരിക്കും ഇന്ന് ഡ്രൈവർ. അപ്പം ഇതിൻ്റെ സാരഥി കിളിയായിട്ടായിരിക്കും പറഞ്ഞത്. കിളിയായിട്ട് ഇതോ അവിടെ നിൽപ്പുണ്ട് വണ്ടിയുടെ സൈഡിലായിട്ട്. ചെറുക്കന് ഈ ക്യാമറ കാണുമ്പോഴൊക്കെ ഒന്ന് ക്യാമറയോട്ട് വരാനൊന്നും താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറുക്കനെ ഇവിടെ കുളിപ്പിച്ച് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേഷൻ ഇനി വന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ സമയമില്ല. നമുക്ക് ഇവിടെ നിന്ന് നമ്മളെ ഗ്യാരേജിൽ നിന്ന് നമുക്ക് ഇറങ്ങണം. ഓക്കെ, അപ്പം നമ്മൾ നേഴ്സ് ഇവിടെ ഇറങ്ങുകയാണ്. ഇപ്പോൾ ഏകദേശം 7:30 ആയിട്ടുണ്ട്. നമുക്കൊരു 9 മണിയൊക്കെ ആകുമ്പം പാർട്ടിക്ക് വണ്ടി കൊടുക്കണം. അപ്പോൾ വണ്ടി പോണ സ്ഥലമൊക്കെ കിടിലൻ സ്ഥലമാണ് ഗൈസ്. വണ്ടി കയറുമെന്നൊക്കെ സംശയമാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം എന്നാണ് അവന്മാർ പറഞ്ഞത്. എനിക്കറിയില്ല എത്രത്തോളം വണ്ടി കയറോ ഇല്ലയോ എന്ന്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ആൾക്കാരെ പിക്ക് ചെയ്യാൻ വേണ്ടി വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും പോവാം. ഗൈസ്, ഒരു ടാങ്കർ ഇടിച്ചു, അവിടെ ഫുൾ ബ്ലോക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വളഞ്ഞ് പോവാം. ഗൈസ് വളയാണ് ഗൈസ്. ഇവിടെയും വണ്ടി ഈ ഏരിയയിൽ നമ്മുടെ ഷെഡിൻ്റെ ഇഷ്ടംപോലെ വണ്ടിയിൽ ഇഷ്ടംപോലെ പോകും ഗൈസ്. ഓക്കെ, വണ്ടിയിൽ വണ്ണസിൻ്റെ ദശാവതാരം വരെ ഇതുവഴി പോകുന്നുണ്ട്. നല്ല തിരക്കേറിയ റോഡിലാണ് നമ്മളെ ഷെഡ് വാങ്ങിച്ചത്. ഓക്കെ, റോഡ് സൈഡിലാണ് വാങ്ങിച്ചത്. എന്ത് ചെയ്യാനാ. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എല്ലാം കാണും, നിങ്ങളത് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളെന്തായാലും വീഡിയോ കണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്കിനി ഓരോരോ പാട്ടായിട്ട് കയറുന്ന കാരണം ലെങ്ത്ത് കാണും. അതുകൊണ്ട് എന്തായാലും ഇനി പാട്ട് ആസ്വദിക്കുക ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മളിതാ ഇവിടെ എത്താറായി. നമുക്ക് ഇവിടെ നിന്ന് വളഞ്ഞ് പോയാൽ മതി ഗൈസ്. ഇതാണ് ഗൈസ് അവന്മാർ പറഞ്ഞത്. ദൈവത്തിനറിയാം ഗൈസ് ഇത് കയറുമോ ഇല്ലയോ. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇവിടെ ബൊമ്മകളെ കിടിലായിട്ട് പൊങ്ങിയൊക്കെയാണ് വണ്ടി പോണത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി പോയിട്ട് വളയുമ്പോഴ് വീടെന്നാണ് പറഞ്ഞത്. നോക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ വീട്. ഓക്കെ, വീട് ഇതാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് വരാം. ഇവിടെയിട്ട് വിളക്കാൻ ജസ്റ്റ് നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഗൈസ്, പെട്ട് ഗൈസ്. MVDയുടെ വണ്ടി സൈഡാക്കി ഇട്ടിട്ടുണ്ട്. അവിടെ നിന്നൊരു വണ്ടി വരികയാണ് ഗൈസ്. പെട്ടെന്നാണ് തോന്നുന്നത്. ഒന്നാമത് ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമില്ല. അപ്പോഴാണ് അമ്മ അവിടെ കൊണ്ട് ഒതുക്കിയിരുന്നത്. എന്തരല്ലേ ഗൈസ്, നമ്മളെ കൊണ്ട് തോറ്റ്. ഓക്കെ, നമ്മൾ നോക്കി കണ്ടൊക്കെ എടുത്തില്ലെങ്കിൽ തട്ടുമുട്ടും സംഭവിക്കാം. എന്തായാലും നമ്മൾ ഈശ പോവുകയാണ്. നമുക്ക് അവിടെ ഇട്ട് വളയ്ക്കാം. അവിടെ ഇട്ട് വളയ്ക്കാൻ ഇതുണ്ട്. ഓക്കെ, കുറച്ച് പൊക്കിയിട്ടാണ് ഗൈസ്. ഗ്രൗണ്ടിനെക്കാളും കുറച്ച് പൊക്കിയിട്ടാണ് റോഡ് പണിയുന്നുണ്ട്. കുറച്ച് ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ വണ്ടി തട്ടില്ല എന്ന് പറഞ്ഞാണ് നിന്നത്. ഗൈസ്, വണ്ടി തട്ടിയിട്ടുണ്ട്. തട്ടി നൈസ. എന്തായാലും പെയിൻ്റ് അടിക്കാം, സീനില്ല, വിഷയമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വളഞ്ഞ് പോയി ഗൈസ്. പിന്നെ ഇവിടെ അങ്ങേരി എടുത്തുകൊണ്ട് പോയില്ല ഗൈസ്. നമുക്ക് സൈഡിൽ കൂടെ പോവാം. ഇനി തട്ടിയാൽ വേണമെങ്കിൽ നമ്മളെ വണ്ടി എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടിടും അമ്മമാർ. ഓക്കെ, എന്തായാലും നോക്കിക്കൊണ്ട് പോവാം. ഗൈസ്, ഒരു മിറർ പൊട്ടിയിട്ടുണ്ട്. പൊട്ടിയിട്ടില്ല, തട്ടി. ഇതിന് പൊട്ടാത്തത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. എന്തായാലും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിടാൻ പറ്റില്ല, കാരണം അകത്തോട്ട് പാർക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കി നോക്കാം അകത്ത് കയറുമോ ഇല്ലയോ ഒന്ന്. കാരണം ഇവിടെ ഇട്ടാൽ വണ്ടികൾ പോകുമ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നതുകൊണ്ട് നമുക്ക് ഡിസ്റ്റർബ് ആവും. ഓക്കെ, അപ്പോൾ ഈ വണ്ടി ഇവിടെ എല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആൾക്കാരെല്ലാം കയറിയിട്ട് നമുക്ക് കാണാം. ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും ബോറടിപ്പിക്കുക. നിങ്ങൾ ഓരോ
വിഷ്വൽസ് കണ്ട് പോവാം ഗൈസ്. ഓക്കെ. ഗൈസ് അപ്പോൾ നമ്മളിവിടെ എത്താറായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് പോകണം. പിന്നെ ഒരു കാര്യം പറയണം വന്നത്, വേറെ ഒന്നുമില്ല, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വോയിസ് നല്ല കാണും, നിങ്ങൾ ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ശരിയാക്കാം. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ അറിയില്ല, ഇനി പരീക്ഷകളിലും മറന്നതേ ഉള്ളൂ. ഓക്കെ, ഇന്നൊരു ഗ്യാപ്പ് ഇട്ടിപ്പം ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ എന്ന് വരുമെന്ന് പറയാൻ ഒക്കില്ല. ഓക്കെ, എന്തായാലും മാർച്ച് കഴിയും ഇനി വീഡിയോ വരുന്നെങ്കിൽ. ഓക്കെ, അപ്പം എന്തായാലും നമ്മളിവിടെ എത്താറായിട്ടുണ്ട്. ഈ സൈഡിൽ അതൊരു പള്ളി എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഒരു പള്ളി കഴിഞ്ഞ് അടുത്ത പള്ളിയെ കാണാനില്ല ഗൈസ്. പള്ളി എന്തായാലും നമുക്ക് പള്ളി എത്തിയിട്ട് എവിടെയും വണ്ടി ഒതുക്കാൻ പറ്റില്ലെന്ന് നോക്കാം. അങ്ങനെയാണ്, നിങ്ങൾക്ക് നോക്കാം ഗൈസ്. എന്തായാലും നമ്മളതാ എത്തിയിട്ടുണ്ട്. ന്യൂസിന് വളയണം, കാരണം കുറച്ച് ഇങ്ങോട്ട് പോയി, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, അങ്ങനെ ചോട്ടിലെത്തി. ഓക്കെ. അപ്പം എന്തായാലും നമുക്കിതാ ഇവിടെ ആൾക്കാർ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തോട്ട് ആൾക്കാർ ഇറക്കിയിട്ട് ഇങ്ങോട്ട് നമുക്ക് വണ്ടി ഒതുക്കാം. എന്തായാലും ഇവിടെ പറ്റില്ല, ഇങ്ങോട്ട് ചേർത്ത് നിർത്താം. ഓക്കെ, ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ആൾക്കാരെല്ലാം ഇറക്കിയതാ, വണ്ടി നൈസ് അതവിടെ സൈഡാക്കിയിട്ടിട്ടുണ്ട്. കണ്ടില്ല, ഇവിടെ ഉണ്ട് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ചെറുക്കനെ. ഇതാണ് പള്ളി, ഇവിടെയാണ് നമ്മൾ ഓട്ടം വന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇനി ഫുഡ് അടിക്കണം, ഇനി ആൾക്കാരെ കൊണ്ടിറക്കണം, തിരിച്ച് നമ്മൾ ഷെഡിൽ പോകണം. അപ്പോൾ ആ വീഡിയോ എന്തായാലും ഞാൻ എടുക്കില്ല, കാരണം ഇപ്പോഴും തന്നെ നല്ല ലെങ്തായി. അപ്പോൾ ഇനി അതുകൊണ്ടിട്ടാൽ നിങ്ങൾ കണ്ടിരിക്കില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ കണ്ടിരിക്കുകയോ ഇല്ലയോ, ബോറടി ഉണ്ടോ ഇല്ലയെന്ന് പറഞ്ഞാൽ നമ്മൾ അത് എല്ലാം സെറ്റ് ചെയ്ത് 10 മിനിറ്റിനകത്ത് തന്നെ നമ്മൾ പോകണമെന്ന് പറഞ്ഞ് എല്ലാം കാണിച്ചുകൊണ്ട് അടുത്ത വീഡിയോ നമ്മളിടും. ഓക്കെ. അപ്പം എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം ഇനിയും ഇതേപോലെ വീഡിയോസ് നമ്മളിടും, നിങ്ങൾ സപ്പോർട്ട് മാത്രം. ഓക്കെ. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്.